ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ആത്മാവിന്റെ പ്രയാണം 63 നായന്മാരിലൂടെ ചന്ദേശ്വർ നായനാരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വേദപാരായണത്തിനും തപസ്സിനും ശിവഭക്തിക്കും പേരുകേട്ട ഒരു സ്ഥലമായിരുന്നു തിരുജൈ ജ്ഞാനല്ലൂർ. ഇവിടെയാണ് വിചാരശർമ്മൻ ജനിച്ചത്. പിന്നീട് ചന്ദേശ്വര നായനാർ എന്ന പേരിൽ അറിയപ്പെട്ടു. 5 വയസ്സിനുള്ളിൽ എല്ലാം അദ്ദേഹം സ്വയം പഠിച്ചെടുത്തു. ഉപനയനത്തിനു ശേഷം ഗുരുവിന്റെ കീഴിൽ വേദങ്ങൾ പഠിക്കാൻ പോയി. ഗുരുക്കന്മാരെ അത്ഭുതപ്പെടുത്തി ഈ ജന്മം തന്നെ മോക്ഷപ്രാപ്തി നേടണമെന്നായിരുന്നു ആഗ്രഹം. ഒരു ദിവസം നായനാർ കൂട്ടുകാരോടൊപ്പം റോഡിലൂടെ നടക്കുകയായിരുന്നു. പശുക്കളെ മേച്ചുകൊണ്ട് ഒരു ഇടയൻ എതിരെ വരുന്നുണ്ടായിരുന്നു. അതിലൊരു പശു കൊമ്പുകൊണ്ട് ഒരു കുസൃതി കാണിച്ചു. ഇടയൻ പശുവിനെ കണക്കെ പ്രഹരിച്ചു. ഇത് കണ്ടു നിൽക്കാൻ നായനാർക്ക് കഴിഞ്ഞില്ല. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, പശുവിന്റെ മഹിമയെക്കുറിച്ചും വാതോരാതെ സംസാരിച്ചു. ഇനി ഈ പശുക്കളെ നോക്കാനുള്ള യോഗ്യത ഇല്ലെന്നും അത് താൻ തന്നെ നോക്കിക്കൊള്ളാമെന്നും നായനാർ കൂട്ടിച്ചേർത്തു. വിചാരശർമ്മൻ അന്നു മുതൽ ആ ജോലി ഏറ്റെടുത്തു. നായനാരെ പശുക്കൾക്കും വളരെ ഇഷ്ടമായി. അവ ആരോഗ്യത്തോടെ വളർന്നു വന്നു. ധാരാളം പാല് ഉൽപാദനം തുടങ്ങി. പശു ഉടമകൾക്കും സന്തോഷമായി. അവർ അധികം വരുന്ന പാൽ നായനാർക്ക് കൊടുത്തു. ഈ പാല് കൊണ്ട് ശിവൻ അഭിഷേകം ചെയ്യാമെന്ന് നായനാർ തീരുമാനിച്ചു. ഒരു മരത്തിന്റെ ചുവട്ടിൽ മണ്ണുകൊണ്ട് ശിവപ്രതിഷ്ഠ നടത്തി പാൽ അഭിഷേകം ചെയ്യാൻ തുടങ്ങി. ഇത് ഒരു വഴിപോക്കൻ കണ്ടു. ബ്രാഹ്മണരെ അറിയിച്ചു. പാലെല്ലാം ചെളിയിലൂടെ ഒഴിച്ചു കളയുന്നു എന്നാണ് അയാൾ എല്ലാവരോടും പറഞ്ഞത്. ഉടമകൾ നേരെ നായനാരുടെ പിതാവിനെ കണ്ടു കാര്യം പറഞ്ഞു. അടുത്ത ദിവസം നായനാർ അറിയാതെ തന്നെ പിതാവ് പിന്തുടർന്നു. കണ്ട കാഴ്ച ഊഹിക്കാമല്ലോ. മണ്ണിൽ പാലൊഴിക്കുന്നതായി പിതാവിന് തോന്നി. വലിയൊരു വടിയെടുത്ത് അടിച്ചു. പക്ഷെ ധ്യാനത്തിലിരുന്ന നായനാർക്ക് വേദന തോന്നിയില്ല. കോപാകുലനായ പിതാവ് ശിവലിംഗത്തെ തല്ലി തകർത്തു. ഇത് നായനാർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. വടിയെടുത്ത് അച്ഛന്റെ കാലിലേക്കൊന്ന് കൊടുത്തു. ഭഗവാന്റെ പരീക്ഷണമാണ് ഇത് എന്ന്. അതെന്തായി? വടി പോയി കോടാലിയായി മാറുകയായിരുന്നു. അച്ഛന് മരണം സംഭവിച്ചു. നായനാര് ധ്യാനം തുടർന്നു. ഭക്തന്റെ അതിരറ്റ സ്നേഹ വാത്സല്യം കണ്ട് ഭഗവാൻ അത്ഭുതപ്പെട്ടു. കൈലാസത്തിലേക്ക് പോരാൻ ആവശ്യപ്പെട്ടു. നായനാരുടെ കൈകൊണ്ട് മരണം ഏറ്റുവാങ്ങിയ പിതാവിനും ഭഗവാൻ മോക്ഷം കൊടുത്തു. ഒരു ഭക്തന്റെ സങ്കല്പത്തെ അവഹേളിക്കുന്ന സമൂഹം ഇന്നും നമ്മുടെ ചുറ്റിലുണ്ട്. സത്യം ഉൾക്കൊണ്ട് അവരെ എതിർക്കാൻ കഴിയണം എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അടുത്ത നായനാരുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.